നീള വ്യത്യാസം അത് ഡിസ്കിൽ വരുന്ന വേരിയേഷൻ കൊണ്ടുണ്ടാകുന്നതാണ് ഈ അളവ് വ്യത്യാസം വരുന്നത്. കൊച്ചു നിൽക്കുമ്പം നമുക്കറിയാം ഷോൾഡറിന് ഒരു ചായ്വ് തോന്നിക്കും. അവനെ ഇന്ന് ഈ കാലിൻ്റെ മുട്ടിനാണ് വേദനയെങ്കിൽ നാളെ ഏണിനായിരിക്കും. ഇടയ്ക്ക് അടുത്ത ദിവസം വരുമ്പോഴത്തേനും ഷോൾഡറിനായിരിക്കും. ഈ വേരിയേഷൻ ഇങ്ങനെ ദേഹത്ത് മാറി മാറി വന്നുകൊണ്ടിരിക്കും. വണ്ടമ്മേട് വരെ വന്നതാണ്, ശശീന്ദ്രൻ ചേട്ടൻ്റെ വീട്ടിൽ വന്നതാണ്, ഒരു ട്രീറ്റ്മെൻറ്റുമായിട്ട് വന്നതാണ്. കാലെ പിടിച്ച് വലിച്ചാൽ തന്നെ ലെവലായി വിട്ട് കഴിയുമ്പോൾ കയറിപ്പോവും. കണ്ടോ കയറിപ്പോന്നേ, ആ വേരിയേഷൻ അവിടെ തന്നെ കിടക്കുക. അതാണ് നടുവേദനയുടെ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. നമ്മളൊരു ഹോസ്പിറ്റലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവർ തേഞ്ഞ് മാറി എന്ന് പറയും. ഇതിപ്പോൾ നമുക്ക് വളരെ ഫ്രീ ആയിട്ടത് ക്ലിയർ ചെയ്ത് തരാനുള്ളതേ ഉള്ളൂ. ഇവിടെ ഒരു അസ്ഥിയുണ്ട്, ഈ അസ്ഥിയാണ് അകൽച്ച വരുന്നത്. അതനുസരിച്ച് ഈ ഷോളറിൻ്റെ ഇവിടെ ഒരു അസ്ഥിയുണ്ട്, അതിനും വേരിയേഷൻ വരും. ഈ രണ്ട് സംഭവമാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം. പക്ഷെ ലൂസ് ചെയ്തിട്ട് അവനെ വളരെ ഫ്രീ ആയിട്ടേ. കുറച്ച് തിരുമൊക്കെ കഴിഞ്ഞതാണ് ആണല്ലേ? കുറച്ച് തിരുമൊക്കെ കഴിഞ്ഞാൽ 2 ആഴ്ച തിരുമ്മിയതാണ് ആണല്ലേ? എന്നിട്ടും മാറ്റങ്ങളൊന്നും കാര്യമായിട്ട് വന്നിട്ടില്ല. ഇത് വേരിയേഷൻ കിടക്കുന്നിടത്തോളം കാലം ഒരു കാരണവശാലും വേദനയ്ക്ക് ആ തിരുമ്പുമ്പോൾ ഒരു ആശ്വാസം എന്ന് മാത്രമേ ഉള്ളേ. ശരി. ഇത് ലെവൽ ചെയ്തിട്ടില്ലെങ്കിൽ അത് മാറില്ല. അതാണ് അതിൻ്റെ മെയിൻ. അയച്ചുവിട്ടെ മനച്ചൂടെ, അയച്ചുവിട്ടെ. വളരെ ഫ്രീ ആയിരിക്കണേ, ഒന്നുമില്ല കേട്ടോ. ശകലം പോലും വേദന എടുക്കുകയില്ല. അയച്ച് ഷോൾഡർ അയച്ച്. കാലയച്ചു വിട്ടോണേ, വളരെ ഫ്രീ ആയിട്ട് വിട്ടേ. ഇതുണ്ടോ കറക്റ്റ് പൊസിഷനാക്കി നമ്മൾ. ഇനിയും ഈ മാറി നിന്ന് ഞരമ്പ് കൂടെ നമ്മൾ വലിച്ച്, ഞരമ്പിനും മാറ്റം വരുന്നുണ്ടല്ലേ? ശരി. വലിച്ച് ലെവൽ വിട്ട് കഴിഞ്ഞാൽ ഓക്കെയാണ്. തല ഓപ്പോസിറ്റ് സൈഡോട്ട് വെച്ച് അയച്ചുവിട്ടേ, കാലം അയച്ചുവിട്ടേ. കനമുള്ള വെത്തേ കിടന്നാൽ നമ്മുടെ ബോഡി വെയിറ്റ് അനുസരിച്ച് ഒഴിവ് വരും, ഇത് വലിഞ്ഞു മാറും. പലകട്ടിൽ പോലത്തെ നമുക്ക് ഏറ്റവും കനം കുറഞ്ഞ ഒരളവ്, അതായത് ഇത് സെറ്റ് ആകുന്നിടം വരെ അങ്ങനെ തന്നെ ആ ഒരളവിൽ തന്നെ കിടക്കണം. ബക്കറ്റിൽ ഒരു സൈഡിൽ വെയിറ്റ് തൂക്കിയെടുക്കരുത്, ഒരു സൈഡ് മാത്രമായിട്ട്. 2 കൈയിൽ ഒരുമിച്ചാണെങ്കിൽ ഈക്വലായിട്ട് പിടിക്കുക. 2 സൈഡിലും പിടിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈക്വലായിട്ട് ഇങ്ങനെ പിടിക്കാം ഒരു 10 ദിവസത്തേക്ക്. അത് കഴിഞ്ഞ് സകലമാന പരിപാടിയും ചെയ്തു വേണം. ബാക്കിലോട്ട് മുട്ട് മടക്കി ഇവിടെ തീരുന്നേ. ഇഞ്ഞു പോരും അവിടെ വളരെ ഫ്രീ ആയിട്ട് ശ്വാസം എടുത്ത് വിട്ടേ നല്ലപോലെ. ഒന്നുകൂടെ. ഇനിയും തല താത്ത് കൈ മുന്നോട്ടാഞ്ഞേ, കുടല് അങ്ങനെ മാക്സിമം താന്നേ. ശ്വാസം എടുത്തുവിട്ടേ. നൂർന്നോ? നല്ലൊരു ശ്വാസം എടുത്ത് വിട്ടേ. അതുപോലെ തന്നെയാണ് കിടന്നേ. മുമ്പ് നമ്മൾ നോക്കരുത്, ഈ വരയുണ്ട്, ഈ വര രണ്ടും നോക്കണം. എന്നാന്ന് വെച്ചാൽ കാല് തട്ടുവോ മുറിയോ ഒക്കെ ചെയ്യുമ്പോൾ അതിന് നീള വ്യത്യാസം വരാം. ഈ വര പക്കയായിരിക്കും. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മതി. അതിനൊരു നടക്കാവുന്ന സ്പീഡിൽ പരിക്കത്ര മതി. മഴയാണ് വെട്ടത് പോകണ്ട. നടക്കാവുന്ന സ്പീഡിൽ നടക്കുകയും കുനിയുകയും നൂരുകയും ചാടുകയും മാറുകയും ഒക്കെ അയച്ചു വിട്ടു. ചുമ്മാ ഇവരെ ഇട്ടു കണ്ടോ നീള വ്യത്യാസം വേരിയേഷൻ. അതായത് ഈ വരകൾ തമ്മിൽ അല്ലേ? ഈ വരകൾ തമ്മിൽ 1/2 ഇഞ്ച് വ്യത്യാസം. അതായത് നമ്മൾ ഈ കയ്യെ കാണിക്കുന്ന ഈ വേരിയേഷൻ ഇത് കറക്റ്റ്. അത് കണ്ടോ? ചൂട്ടെ കാലച്ചൂട്ടെ കൂടെ കയറി വരാൻ ഒരു 5 വർഷത്തിന് മേലായിട്ടുണ്ട്. നേരെ ഓപ്പോസിറ്റ് തല വെച്ച് അയച്ചൂട്ടെ, കാലയച്ചൂട്ടെ. അതായത് പലവിധ വേദനകളുമായിട്ട് ഹോസ്പിറ്റലുകളിലൊക്കെ പോയിട്ട് രക്ഷയില്ല, തിരുമിക്കാൻ പോയിട്ട് രക്ഷയില്ല. അങ്ങനെ ഒരുപാട് ആളുകളോട് വരുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് അങ്ങനെ വന്നതാണ്. ഞങ്ങൾക്കും അതേ അനുഭവം തന്നെയാണ്. ഒരിക്കലും ഉപകാരപ്പെടുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ആണെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ കൊണ്ട് അറിയിച്ചു കഴിഞ്ഞാൽ അതൊരു ഗുണമല്ലേ? ശശീന്ദ്രൻ എന്നാണ് സ്ഥലം വെള്ളിമല. എനിക്കൊരു വർക്ക്ഷോപ്പുണ്ട്
അച്ഛനും ചേട്ടനും ഒക്കെ ആയിട്ട് നടത്തുന്ന ഒരു വർക്ക്ഷോപ്പാണ്. അവിടെ കുഞ്ഞുനാൾ തൊട്ട് ഞാനും പണിയാണ്. എന്നെ ആരെങ്കിലും വിളിക്കും, അവർക്ക് കുറഞ്ഞു വരുമ്പോഴത്തേനും അവരടുത്തവരോട് പറയും. അങ്ങനെ പറഞ്ഞ് പബ്ലിസിറ്റി ഇല്ലാതെ അനുഭവസ്ഥരുടെ പബ്ലിസിറ്റി കൊണ്ടാണ് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്തു വരുന്നത് അല്ലേ? അതെ അതെ. അതൊരു 10-18 വർഷമായിട്ട് ഞാൻ തിരുമും പരിപാടിയൊക്കെ ചെയ്യുന്നതാണ്. ഉളുപ്പോ ചതവോ അങ്ങനെയുള്ള ഒന്നുമല്ല ഞാൻ ചെയ്യുന്നത്. നടുവേദന, ഷോൾഡർ പെയിന്, ഒരു കൈക്ക് അതിൻ്റെ ഒരു കാലിന് മരപ്പേ, വൺ സൈഡ് കാലിന് വലിച്ചില്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതായത് നിന്ന് ജോലി ചെയ്യുമ്പോഴത്തേനും നമ്മൾ കാല് പറിച്ച് ചവിട്ടും ഈ നടുവേദന വന്നു കഴിയുമ്പോൾ. അത് ഈ ഡിസ്കിൻ്റെ വേരിയേഷൻ കൊണ്ടാണ് ഉണ്ടാകുന്നത്. ഒരു 1/2 ഇഞ്ച് വേരിയേഷൻ ഉള്ള ഒരാൾ എപ്പോഴും നടന്നു പോകുന്ന വഴിക്ക് ചുമ്മാ എളിക്ക് ഇങ്ങനെ തിരുമ്മിക്കൊണ്ട് നടക്കും. എവിടെയെങ്കിലും ഒരു ഫംഗ്ഷൻ പരിപാടി ഉണ്ടെങ്കിൽ ആ ആൾക്ക് അവിടെ ഇരിക്കണമെന്നുള്ള സിറ്റുവേഷൻ നോക്കും. അപ്പോൾ തന്നെ ഒരു 1/2 ഇഞ്ചിന് മേലെ 3/4 ഇഞ്ചൊക്കെ വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ, ഈ 2 കാല് തമ്മിലുള്ള വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ ഒരാളുടെ സഹായമില്ലാതെ എഴുന്നേൽക്കാൻ പറ്റും. ഹോസ്പിറ്റലിൽ ഇതിന് വേറൊരു ട്രീറ്റ്മെൻ്റ് ഉണ്ട്. 10, 15, 20 ദിവസം വെയിറ്റ് ഇട്ട് കിടത്തിക്കും. ഇത് ഒരാളെ കഴിവതും നേരെ നിൽക്കുമ്പോൾ ഷോൾഡർ രണ്ടും കീറി ഇറങ്ങിയിരിക്കുന്നതായിട്ട് നമുക്ക് അറിയാൻ പറ്റും. നടന്ന് പോകുമ്പോൾ ഇങ്ങനെ ചരിഞ്ഞ് നടക്കുന്നതായിട്ട്. അതും ഇതിന്റെ വേരിയേഷൻ ആണ്. വേദന കണ്ടുമാനം ഉള്ളവരെ നമ്മൾ ചുമ്മാ ഒന്ന് കമത്തി കിടത്തിയിട്ട് കാല് പിടിച്ച് നോക്കിയാലും 2 അളവായിട്ടിരിക്കും. ഇങ്ങനെ 2-3 അടയാളങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ പാരമ്പര്യമായിട്ട് ഈ ഒരു സിദ്ധി, ഈ ഒരു അറിവ് കൈവശം ഉള്ളതാണ് അല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. ഇത് ഒരുപാട് ദൂരെ നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ടെന്ന് പറയുന്നു. എറണാകുളം ബേസ് ചെയ്ത് എനിക്ക് ഒരു 10-20 പേര് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. പെരുമ്പാവൂരിൽ നിന്ന് വന്നിട്ടുണ്ട്, തിരുവനന്തപുരത്ത് നിന്ന് വന്നിട്ടുണ്ട്. അതുകൂടാതെ കാഞ്ഞിരപ്പള്ളി, പാല, ആ ഏരിയയിൽ നല്ല ആളുണ്ട് വരുന്നുണ്ട്. ഈ സ്ഥലം ശരിക്കും കട്ടപ്പനയ്ക്കടുത്ത സ്ഥലമാണ് അല്ലേ? കട്ടപ്പനയ്ക്കടുത്ത് കട്ടപ്പന കുമളി റൂട്ടിൽ വെള്ളിമല എന്ന് പറഞ്ഞു സ്ഥലം. ഫോൺ നമ്പർ ഇവിടെ ഒന്ന് പറഞ്ഞേ. വെള്ളിമല എനിക്ക് എൻ്റെ വർക്ക്ഷോപ്പ് എന്ന് പറയാം വെള്ളിമലയാണ്. ഒരു കാരണന്മാരായിട്ട് ഉണ്ടാക്കിയ ഒരു പഴയ വർക്ക്ഷോപ്പാണ്. എൻ്റെ നമ്പർ 98 47 59 7005. ഓക്കെ, ശശീന്ദ്രൻ്റെ പേര്. എന്തെങ്കിലും ആവശ്യമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ സമയമോ കാര്യങ്ങളോ ഒക്കെ ചെയ്തിട്ട് അവർക്ക് വേണ്ടുന്ന രീതിയിൽ ട്രീറ്റ് ചെയ്ത്. തീർച്ചയായിട്ടും. പിന്നെ ഞാൻ പറയുന്ന 1-2 കേസുണ്ട്. കൊച്ചു പിള്ളേരെ എടുത്ത് തെളിയ വെക്കരുത് ഇത് ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ തന്നെ ബക്കറ്റിൽ വെള്ളം തൂക്കിയെടുക്കാതിരിക്കുക. ഒരു സൈഡ് ഗ്യാസ് കുറ്റി അങ്ങനെയുള്ള തൂക്കിയെടുക്കാതിരിക്കുക. കാല് തട്ടാതേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. മാക്സിമം ഒന്ന് നടക്കണം. നടന്നിത് സെറ്റായി കിട്ടണം. ഓടുകയും ചാടുകയും ഒക്കെ ചെയ്ത് സെറ്റായി കിട്ടണം. 1-2 പ്രാവശ്യം മാക്സിമം, അതിൽ കൂടുതൽ വേണ്ടി വരുമെന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് പാകം കറക്റ്റായിട്ട് ചെയ്യുന്നവർക്ക് ഒറ്റ പ്രാവശ്യം കൊണ്ട് മാറുന്നവരുണ്ട്. തിരുമിയൊക്കെ കഴിഞ്ഞിട്ട് ബൈക്കിനോ സ്കൂട്ടറിനോ ഒന്നും പോകാതിരിക്കുക. കാരണം ഇത് പിന്നെ റിട്ടേൺ വരാൻ ചാൻസ് കൂടുതലാണ്. ഇങ്ങനെ 1-2 കേസ് ശ്രദ്ധിച്ചാൽ മതി. കഴിവതും മെത്ത എന്ന് പറയുന്ന സാധനം അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അത് മാറ്റാതെ പറ്റത്തില്ല. ഒരു 3 പ്രാവശ്യം വരെ തിരുമിയിട്ട് മാറാത്തവരുണ്ട്. അവരുടെ മെത്ത ഞാൻ മാറ്റി. അത് കഴിഞ്ഞപ്പോൾ അവർക്ക് മാറ്റം ട്രീറ്റ്മെന്റിന്റെ രീതി. തീർച്ചയായിട്ടും. അപ്പം മറ്റുള്ള ആളുകൾക്കൊക്കെ ഉപകാരപ്പെടട്ടെ. ഇവിടുത്തെ ഫീസ് എങ്ങനെയാണെന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് വന്നിട്ട് വണ്ടിക്കൂലിക്ക് പോലും ഇല്ല മോനെ എന്ന് പറയുമ്പോൾ അത് ഞാൻ തിരിച്ചങ്ങോട്ട് പൈസ കൊടുത്തു വിടുന്നവരുണ്ട്. തൃപ്തിയാണെങ്കിൽ ഒരു ദക്ഷിണ ആ മേശയെ വെച്ച് പ്രാർത്ഥിച്ചേക്കാൻ മാത്രം ഞാൻ പറയും. പൈസ മേടിച്ചുള്ള ഒരു ഇതായിട്ടല്ല ഞാനത് നടത്തി പോരുന്നത്. കാരണം വേറെ തൊഴിലാണ് മെയിനായിട്ട്. തീർച്ചയായിട്ടും എനിക്ക് വേറെ തൊഴിലോടും ഇത് പൂർണ്ണമായിട്ട് മാറ്റിത്തരാമെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ പക്കയായിട്ട് ചെയ്യുകയാണ്. എൻ്റെ അടുത്ത് വന്നിട്ട് കുറയാതെ പോയിട്ടില്ലെന്നാണ് 3/4 പേര് കുറയാതെ പോയിട്ടില്ല. ശരിക്കും ദൈവവിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വേണ്ടി ചെയ്യാൻ പറ്റുള്ളൂ. പ്രാർത്ഥനയോടുകൂടി തന്നെ വേണം ചെയ്യാൻ. ദൈവികമായ ഒരു ഇടപെടലിലൂടെയുണ്ട് അതിനകത്ത്. അത് ഞാൻ എടുത്ത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. പക്ഷെ അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഈ വേരിയേഷൻ ഉള്ളത് ക്ലിയർ ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് നടത്തി ഓടുകയും ചാടുകയും ഒക്കെ ചെയ്യിക്കും. കുറേ എക്സർസൈസ് ഒക്കെ ഉണ്ട്. അതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ച് വന്നു കഴിയുമ്പോൾ ഒന്നുകൂടെ നോക്കും ഇത് മാറിപ്പോയിട്ടുണ്ടോ എന്ന്. എന്നിട്ട് നമ്മൾ കമത്തി കിടത്തിയിട്ട് തല അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിറ്റ് തിരിക്കാൻ പറയും. കല തിരിക്കുമ്പോഴത്തേനും വേരിയേഷൻ ക്ലിയർ ആയില്ല എങ്കിൽ ഈ കാല് പിന്നെ കീറി ഇറങ്ങി വരും. മറ്റു തൈലോ എണ്ണയോ ഒന്നുമില്ലാതെയാണ് ഈ ട്രീറ്റ്മെന്റ് ഒന്നുമില്ലാതെ ചെയ്യുന്നത്.